ഭൂമിയുടെ ഒരറ്റം. കണ്ണിനെത്താത്തിടത്തോളം പരന്നു കിടക്കുന്ന വെളുത്ത മരുഭൂമി അന്റാർട്ടിക്ക. ഇവിടെ ജീവൻ നിലനിർത്തുക എന്നത് തന്നെ ഏറ്റവും വലിയ പോരാട്ടമാണ്. -ഡിഗ്രിയിലുള്ള കൊടും തണുപ്പും ശരീരത്തെ മരവിപ്പിക്കുന്ന കാറ്റും. എന്നാൽ ഈ വിജനമായ മഞ്ഞുകാലത്തെ പോലും വർണ്ണാഭമാക്കുന്ന ചിലരുണ്ടിവിടെ. ആകാശത്ത് പറക്കാൻ ചിറകുകളില്ലെങ്കിലും കടലിന്റെ ആഴങ്ങളിൽ പറന്നു നടക്കുന്നവർ. പോട്ടിട്ട മാന്യന്മാരെ പോലെ തലയുയർത്തി നടക്കുന്നവർ പെൻഗ്വിനുകൾ, ദക്ഷിണ ധ്രുവത്തിലെ യഥാർത്ഥ അവകാശികൾ. ആരാണ് പെൻഗ്വിനുകൾ? പക്ഷികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നതെങ്കിലും ആകാശത്ത് പറക്കാൻ ഇവയ്ക്ക് സാധിക്കില്ല. എന്നാൽ പരിണാമത്തിന്റെ വഴികളിൽ പ്രകൃതി ഇവർക്ക് നൽകിയത് മറ്റൊരു കഴിവാണ്. വെള്ളത്തിൽ അതിവേഗം നീന്താനുള്ള കഴിവ്. ഇവയുടെ ചിറകുകൾ ഫ്ലിപ്പറുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 18 തരം പെൻഗ്വിനുകൾ ഇന്ന് ലോകത്തുണ്ട്. അതിൽ ഏറ്റവും വലുത് എംപറർ പെൻഗ്വിനുകളാണ്. ഏകദേശം 4 അടി വരെ ഉയരം വയ്ക്കുന്ന ഇവർക്ക് 40 കിലോയോളം ഭാരമുണ്ടാകും. അതേസമയം ലിറ്റിൽ ബ്ലൂ പെൻഗ്വിനുകൾ വെറും 1 അടി മാത്രം ഉയരമുള്ളവയാണ്. പെൻഗ്വിനുകളെ അന്റാർട്ടിക്കയിൽ മാത്രമല്ല കാണുന്നത്. ചില ഇനം പെൻഗ്വിനുകൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, എന്തിന് മധ്യരേഖാ പ്രദേശമായ ഗാലപ്പഗോസ് ദ്വീപുകളിൽ വരെ കാണപ്പെടുന്നു. എങ്കിലും മഞ്ഞും തണുപ്പുമുള്ള ധ്രുവ പ്രദേശങ്ങളാണ് ഇവരുടെ പ്രധാന താവളം. എങ്ങനെയാണ് ഈ കൊടും തണുപ്പിനെ ഇവർ അതിജീവിക്കുന്നത്? അതിനു പിന്നിൽ പ്രകൃതി നൽകിയ ചില വിദ്യകളുണ്ട്. ഇവയുടെ ശരീരത്തിൽ കട്ടിയുള്ള കൊഴുപ്പിന്റെ ഒരു പാളിയുണ്ട്. ഇതിനെ ബ്ലബ്ബർ എന്ന് വിളിക്കുന്നു. ശൈത്യകാലത്ത് താപനില -50 ഡിഗ്രിയിലും താഴെ പോകുമ്പോൾ പെൻഗ്വിനുകൾ പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കും. ഇത് കൊടും തണുപ്പിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. കൂടാതെ ഇവയുടെ തൂവലുകൾ വെള്ളം കടത്തിവിടാത്തവയാണ്. ശൈത്യകാലത്ത് താപനില -50 ഡിഗ്രിയിലും താഴെ പോകുമ്പോൾ പെൻഗ്വിനുകൾ പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കും. പുറത്തു നിൽക്കുന്നവർക്ക് തണുക്കുമ്പോൾ അവർ മെല്ലെ അകത്തേക്ക് നീങ്ങും, അകത്തുള്ളവർ പുറത്തേക്കും. ആയിരക്കണക്കിന് പെൻഗ്വിനുകൾ ഒരു വലിയ വൃത്തം പോലെ നിൽക്കുന്ന ഈ രീതിയെ ഹഡ്ലിംഗ് എന്ന് വിളിക്കുന്നു. കരയിൽ ഇവ അല്പം മടിയന്മാരായി തോന്നാമെങ്കിലും വെള്ളത്തിൽ ഇവർ ഒളിമ്പിക്സ് താരങ്ങളെ പോലെയാണ്. മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ നീന്താൻ ഇവയ്ക്ക് സാധിക്കും. ഭക്ഷണത്തിനായി ഇവർ പൂർണ്ണമായും കടലിനെയാണ് ആശ്രയിക്കുന്നത്. ക്രിൽ എന്നറിയപ്പെടുന്ന ചെമ്മീൻ പോലുള്ള ജീവികളും കണവയും ചെറിയ മീനുകളുമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. വെള്ളത്തിനടിയിൽ 20 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിർത്താൻ എംപറർ പെൻഗ്വിനുകൾക്ക് സാധിക്കും. പക്ഷേ കടൽ ഇവർക്ക് ഭക്ഷണം മാത്രമല്ല, അപകടങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലെപ്പേർഡ് സീലുകളും കൊലയാളി തിമിംഗലങ്ങളും പെൻഗ്വിനുകളെ കാത്തിരിക്കുന്ന പ്രധാന ശത്രുക്കളാണ്. വെള്ളത്തിലെ ഇവരുടെ കറുപ്പും വെളുപ്പും നിറം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കറുത്ത നിറം കടലിന്റെ ഇരുട്ടിനോടും താഴെ നിന്ന് നോക്കുമ്പോൾ വെളുത്ത നിറം സൂര്യപ്രകാശത്തോടും ലയിച്ചു ചേരുന്നു. ആയിരക്കണക്കിന് പെൻഗ്വിനുകൾ മുട്ടയിടാൻ ഒത്തുകൂടുന്നു. ആണ് പെൻഗ്വിനുകൾ മുട്ട കാലുകൾക്കിടയിൽ വെച്ച് ചൂട് നൽകുന്നു. പെൺ പെൻഗ്വിനുകൾ കടലിലേക്ക് പോകുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു.
പെൻഗ്വിനുകളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവുമാണ് പ്രജനനകാലം. മിക്ക പെൻഗ്വിനുകളും ജീവിതകാലം മുഴുവൻ ഒരേ ഇണയെ തന്നെ സ്നേഹിക്കുന്നവരാണ്. ഈ ശൈത്യകാലം തുടങ്ങുമ്പോൾ പെൺ പെൻഗ്വിൻ ഒരു മുട്ടയിടുന്നു. എന്നാൽ ആ മുട്ട വിരിക്കാനുള്ള ചുമതല അച്ഛനായ പെൻഗ്വിനാണ്. അമ്മ ഭക്ഷണം തേടി കടലിലേക്ക് പോകും. ഏകദേശം 2 മാസത്തോളം ഒട്ടും ഭക്ഷണം കഴിക്കാതെ കഠിനമായ മഞ്ഞുവീഴ്ചയിൽ ആൺ പെൻഗ്വിനുകൾ മുട്ടയെ തങ്ങളുടെ പാദങ്ങൾക്കിടയിൽ വെച്ച് സംരക്ഷിക്കുന്നു. മാസങ്ങൾക്കു ശേഷം അമ്മ തിരിച്ചു വരുമ്പോഴേക്കും മുട്ട വിരിഞ്ഞിട്ടുണ്ടാകും. അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കുഞ്ഞിന് നൽകുന്നു. പിന്നീട് അച്ഛന്റെ ഊഴമാണ്. അച്ഛനും അമ്മയും മാറി മാറി തങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്നു. എന്നാൽ ഇന്ന് ഈ മഞ്ഞിലെ രാജാക്കന്മാർ വലിയൊരു ഭീഷണി നേരിടുകയാണ്. ആഗോള താപനം. ഭൂമി ചൂടാക്കുമ്പോൾ ധ്രുവങ്ങളിലെ മഞ്ഞുരുകുന്നു. മഞ്ഞുരുകുന്നത് പെൻഗ്വിനുകളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നു. മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഇവർക്ക് ബലമുള്ള മഞ്ഞ് ആവശ്യമാണ്. കൂടാതെ സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അമിതമായ മത്സ്യബന്ധനവും ഇവരുടെ ഭക്ഷണ ലഭ്യതയെ കുറക്കുന്നു. ക്രില്ലുകളുടെ എണ്ണം കുറയുന്നത് പെൻഗ്വിനുകളെ പട്ടിണിയിലാക്കുന്നു. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഈ പാവം ജീവികളാണ്. ഈ ഭൂമി നമുക്ക് മാത്രമല്ല, ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. സാഹചര്യങ്ങളെ തോൽപ്പിച്ച് ജീവിക്കുന്ന ഇവരുടെ നിശ്ചയദാർഢ്യം നമുക്കൊരു പാഠമാണ്. മഞ്ഞിലെ ഈ കുഞ്ഞൻ മനുഷ്യരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം അന്റാർട്ടിക്കയുടെ ജീവൻ ഇവരാണ്.